സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെ ജില്ലാ ഓട്ടിസം സെന്ററിൽ ഓണാഘോഷം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെ ജില്ലാ ഓട്ടിസം സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമയാണ്. യാതൊരു വിധമായിട്ടുള്ള വകഭേദങ്ങളും ഇല്ലാതെ, ജാതിയും മതവും വർഗവും വർണ്ണചിന്ത ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ നമുക്ക് ഓണം. ആ ഓണം പൂക്കളാൽ ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാനിപ്പോൾ സ്പിന്നിംഗ് മില്ലിലെ പരിപാടി കഴിഞ്ഞാൽ വന്നത് എല്ലാവരും സ്ത്രീകൾ എത്ര ഭംഗിയായിട്ടാണ്. ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഭാഗ്യമുള്ളവരല്ലേ. നമുക്ക് വിവിധയിനം ഭക്ഷണം കഴിക്കാം, വിവിധയിനം വസ്ത്രങ്ങൾ ധരിക്കാം, എല്ലാ മാസവും ആഘോഷമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം എല്ലാ മാസവും നമ്മൾ സംഘടിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ നല്ല വസ്ത്രങ്ങൾ വിപണിയിലെത്തുന്നു, വൈവിധ്യമാർന്ന ആഹാരം കഴിക്കാൻ കഴിയുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഏറ്റവും നിറം കൂടുതൽ നൽകുന്നത് ഓണമാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ തീർക്കുന്ന അത്തപ്പൂക്കളങ്ങളെല്ലാം പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ അതൊക്കെ ശീലിച്ചു പോയി. എങ്കിലും അത് മലയാളി അതെല്ലാം വാങ്ങിച്ചിട്ടാണെങ്കിലും എല്ലാ വീട്ടിലും ആ സന്തോഷം എത്തിക്കാൻ ശ്രമിക്കും. പ്രജാക്ഷേമ തൽപരനായിരുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മുടെ നാട് ഭരിച്ചിരുന്നുവെന്നും ആ കാലത്ത് യാതൊരു കള്ളത്തരങ്ങളും ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെ നാട് ജീവിച്ചിരുന്നു എന്നുള്ള ഏറ്റവും മനോഹരമായ സങ്കല്പത്തിന്റെ പുനരാവിഷ്കരണം നടക്കുമ്പോൾ അത് ഓട്ടിസം സെന്ററിൽ ആ പരിപാടി നടക്കുന്നതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മളോടൊപ്പം അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ് ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതുപോലെ തന്നെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് സ്നേഹിക്കാനും മാത്രമേ അറിയത്തുള്ളൂ. അവരുടെ മനസ്സിൽ കള്ളമോ ചതിയോ മറ്റൊന്നുമില്ലാത്ത ആ കുഞ്ഞുങ്ങളുടെ ഓണാഘോഷമാണ്. അവർക്ക് ഈ നമ്മുടെ ഈ ആർപ്പിൽ വളരെയധികം സന്തോഷത്തോടെ ആണ് ഞാൻ പങ്കെടുക്കുന്നത്. കാരണം നമുക്കറിയാം, ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും, കാരണം ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു തിരുവോണത്തിനേക്കാൾ വളരെ ആഘോഷപൂർവ്വം മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വളരെ കെങ്കേമമായിട്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ആനുകാലികമായ സാഹചര്യത്തിൽ കാപട്യത്തിൻ്റെയും ഒക്കെ നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ നിലകൊള്ളുന്നതെങ്കിലും ഓണമെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗൃഹാതുരതയുടെ, സന്തോഷത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെ ഒക്കെ വേളയാണ്. വിഭിന്നശേഷിയുള്ള കലാകാരന്മാരും കലാകാരികളും ഓണത്തപ്പൻ ചമഞ്ഞ് പുത്തനുടുപ്പുകൾ അണിഞ്ഞ് പൂവിലുകളുമായി ഓണത്തെ വരവേൽക്കാനെത്തിയത് വേറിട്ട കാഴ്ചയായി. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷയായി. BPC ബിന്ദുപോൾ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഓണം സന്ദേശം നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. K. വിശ്വനാഥ്, ഗാന്ധി ഭവൻ സെക്രട്ടറി മുഹമ്മദ് ഷമീർ, ചേതന FM അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ ജമ്പത്ത് കളത്തിൽ, പ്രഥമാധ്യാപകരായ മായ, ഗോപികൃഷ്ണൻ, ലേജുമോൾ, മുൻ BPC സീനത്ത് ഡോക്ടർ രാജേന്ദ്രൻ, സുധർമ്മ രഘു, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. BRC സ്റ്റാഫ് സെക്രട്ടറി V. അനിൽ ബോസ് നന്ദി പറഞ്ഞു. 37 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓട്ടിസം സെന്റർ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് നിൽക്കുന്ന കായംകുളത്തെ വിവിധ രംഗങ്ങളിലുള്ള വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ, അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. CDNet ന്യൂസ് കായംകുളം.